നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവോണാഘോഷത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ ദിവസം അത്തം ഘോഷയാത്ര നടന്നിരുന്നു. ഒരുപാട് നിശ്ചല ദൃശ്യങ്ങളൊക്കെ കടന്നുപോയി. അതിൽ നമ്മളെല്ലാവരെയും ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു പാഞ്ചാലി വസ്ത്രാക്ഷേപം, അതായത് വായുവിൽ നിൽക്കുന്ന കൃഷ്ണൻ്റെ രൂപം. അത് നമ്മളെല്ലാം വളരെയധികം അത്ഭുതപ്പെടുത്തിയിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വായുവിൽ നിൽക്കുന്നത്? വളരെ രസകരമായിരുന്നു, കൗതുകമായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യമെന്ന് നമ്മിൽ പലരും തല പുകഞ്ഞ് ആലോചിക്കുകയുണ്ടായി, അല്ലേ? എന്തായാലും അതിന് പിന്നിലുള്ള രഹസ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഘോഷയാത്രയിൽ നമ്മുടെ ജനശ്രദ്ധയെ ആകർഷിച്ച പ്രധാന കാഴ്ചകളൊന്നായിരുന്നു. ഇതിന് തന്നെയാണ് ഒന്നാം സമ്മാനം കിട്ടിയതും. നിശ്ചല ദൃശ്യത്തിൽ ആകാശത്ത് ഒരു താങ്ങുമില്ലാതെ നിൽക്കുന്ന കൃഷ്ണൻ്റെ രൂപം, അതൊരു മനുഷ്യനാണ് നിന്നത്. എന്തായാലും അതെങ്ങനെയാണ് എന്നതിൻ്റെ രഹസ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാഞ്ചാലിക്ക് സാരി നൽകുന്ന രീതിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന കൃഷ്ണൻ, അത് ഒരു വെൽഡിംഗ് വർക്കായിരുന്നു എന്ന് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിലൊക്കെ നിറഞ്ഞിരുന്നു. എന്തായാലും ആ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഐരേറ്റിൽ ബ്രദേഴ്സിൻ്റെ ഈ നിശ്ചല ദൃശ്യത്തിനാണ് ഒന്നാം സമ്മാനം കിട്ടിയത്. വായുവിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ നിലയുറപ്പിച്ചത്, അതിന് പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വേൾഡിംഗ് വർക്ക്ഷോപ്പ് ഉടമ ദിനേശ് കുമാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആളുകളെ അമ്പരിപ്പിച്ച ഈ ആകാശ കാഴ്ചയ്ക്ക് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും സുരക്ഷാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആദ്യം 3 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് കനവുമുള്ള 2 ഇരുമ്പ് ട്യൂബുകൾ മുകളിലേക്ക് ഉയർത്തി വെൽഡ് ചെയ്തു. അവിടെ നിന്ന് കൈയുടെ ആകൃതിയിൽ കമ്പി വളച്ചെടുത്തു. ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് കാലുകൾ വരെ 1 ഇഞ്ചിന്റെ 2 സ്ക്വയർ ട്യൂബുകളും വീണ്ടും വെൽഡ് ചെയ്ത് ബന്ധിപ്പിക്കുകയായിരുന്നു. ഒരു വ്യക്തിക്ക് തുണി തയ്ക്കാൻ അളവെടുക്കുന്നത് പോലെ കൃഷ്ണനായി വേഷമിട്ട നിഖിൽ സത്യൻ എന്ന കലാകാരനെ നിർത്തി കൃത്യമായി അളവെടുത്താണ് പ്ലേറ്റ് കട്ട് ചെയ്ത് വെൽഡിംഗ് പണി പൂർത്തിയാക്കിയത്. ഇരുമ്പ് നിർമ്മിതികൾ മുഴുവനായി സാരി മറ്റു വസ്ത്രങ്ങൾ ഉപയോഗിച്ച് മറച്ചു. ഇതോടെ വായുവിൽ നിൽക്കുന്ന കൃഷ്ണൻ മാത്രമായി കാഴ്ചക്കാരുടെ കണ്ണിൽ അത് പതിയുകയായിരുന്നു. 60 കിലോഗ്രാം മാത്രമുള്ള നിഖിലിനെ വായുവിൽ നിർത്തുന്നതിന് മുൻപ് സുരക്ഷാ പരിശോധനകളടക്കം നടത്തിയിരുന്നു. ഒന്നിലധികം ആളുകൾ ഇതിൽ തൂങ്ങി നോക്കി, വാഹനം ഓടിച്ചും നിർത്തിയും കുലുക്കം പരിശോധിച്ചും ഒക്കെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കലാകാരനെ ഇതിലേക്ക് കയറ്റിയത്. മുൻപും സമാന രീതിയിൽ അമ്പരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നത്. കണ്ണൻ പണ്ടാത്തിൽ, സിബിൽ ജോബ്, ആർ ശബരിനാഥ്, സുദേവ് വി അനിൽകുമാർ, കെ എസ് പ്രണവ് തുടങ്ങിയവരാണ് നിശ്ചല ദൃശ്യത്തിൽ അഭിനയിച്ചത്. ടി അരുൺ, അജയ് കൃഷ്ണൻ, അശ്വിൻ ഭാസി, സിൽബിൻ ജോബ്, അജയ് രഘു, യദു ജയപ്രകാശ്, ഗൗതം കൃഷ്ണ, ബാബു പുളിമുട്ടിൽ തുടങ്ങിയവരായിരുന്നു ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ. പ്രത്യേകിച്ച് ഈ ഒരു നിശ്ചല ദൃശ്യം അത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് പ്രചരിച്ചപ്പോൾ ഇതിൻ്റെ കമൻറ്റുകളിൽ ആളുകൾ കുറിച്ചതാണ്, നന്നായി വെൽഡിംഗ് പണി അറിയാവുന്നവർ ഈ നാട്ടിലുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഈ നിശ്ചല ദൃശ്യമെന്ന്. എന്തായാലും അതിന് പിന്നണിയിൽ പ്രവർത്തിച്ചവരൊക്കെ ഇവരൊക്കെയാണ്. എന്തായാലും ആ ഒരു രഹസ്യം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയവും തല പുകഞ്ഞ് ആലോചിക്കുകയും ചെയ്തു. എങ്ങനെയാണ് വായുവിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നത്? അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും അതിന് പിന്നിലുള്ള രഹസ്യമാണ് ഈ വെൽഡിംഗ് പണിയാണ്. അത് എങ്ങനെയാണ് എന്നതിൻ്റെ അടക്കമുള്ള വെളിപ്പെടുത്തലുമായി അണിയറ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഇതിന് തന്നെയാണ് ഒന്നാം സമ്മാനം കിട്ടിയതും. ഇതിനല്ലാതെ പിന്നെ ഏതിന് കിട്ടാൻ, അല്ലേ ഒന്നാം സമ്മാനം? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.